നമസ്കാരം, ഞാൻ സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ബാഹുബലിയുടെ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാഹുബലി നമ്മളെ സിനിമയിൽ കാണുന്ന ബാഹുബലിയല്ല, ജൈനന്മാരുടെ തീർത്ഥശങ്കരനായിട്ടുള്ള ബാഹുബലിനെ കാണാൻ വന്നതാണ്. ധർമ്മസ്ഥലക്കടുത്ത് ബാഹുബലിയുടെ വലിയൊരു പ്രതിമയുണ്ട്. ആ പ്രതിമ കാണാൻ വേണ്ടി ഞാൻ ആ കുന്നുംപുറത്തിൻ്റെ താഴ്വാരത്തിലാണുള്ളത്. അപ്പോൾ ഞാൻ കുന്നുകയറി ബാഹുബലിൻ്റെ പ്രതിമ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ആ കാഴ്ചയിലേക്ക് സ്വാഗതം. കുട്ടികളൊക്കെ ഇതുപോലെ കുത്തനുള്ള കയറ്റം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പെട്ടുപോകും. വേർത്ത് കുളിച്ച് ആകെ. ധർമ്മസ്ഥലത്തെ ക്ഷേത്രത്തിന് കുറച്ചടുത്തുള്ള ഒരു കുന്നിൻ മുകളിലുള്ള ബാഹുബലിയുടെ പ്രതിമയ്ക്ക് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായി തന്നെ ഒരു വലിയ മലമുകളിലാണ് കേട്ടോ ഈ ഗോമണ്ടേശ്വരൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പതുക്കെ നടക്കാം. കയറിപ്പോകുമ്പോൾ ആദ്യം തന്നെ ഒരു വിശ്രമ സ്ഥലം ഒക്കെയായി ഒരു ഗോപുരം പോലെ കാണാം. ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. രത്നഗിരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. നമ്മളങ്ങനെ പതുക്കെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. മനോഹരമായി കരിങ്കല്ല് വിരിച്ച പടികളോടുകൂടിയ പാതയാണ്. കൈവരികളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ കാണാം പരിസരമൊക്കെ എപ്പോഴും അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. വീണ്ടും നമ്മൾ മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. ധാരാളം ആളുകൾ സന്ദർശനത്തിന് ശേഷം തിരിച്ച് വരുന്നതും നമുക്ക് കാണാം. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വളരെയധികം സഞ്ചാരികളെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കുറച്ച് പേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ വീണ്ടും ഈ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ കാര്യമായ ചൂട് ഒന്നുമില്ല. ഇതൊരു വനത്തിൻ്റെ അകത്തുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. പ്രതിമയുള്ള കുന്നിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറിപ്പോട്ടോ സ്റ്റെപ്പുകൾ വെച്ചിട്ട്. സ്റ്റെപ്പുകളല്ലാണ്ട് വണ്ടിക്ക് വരുന്നവർക്ക് അപ്പുറത്തെ വശത്തൂടെ റോഡുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റെപ്പുകൾ കയറുന്നിട്ട് ഏകദേശം പകുതി വഴി ആയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ശ്വാസം വിടട്ടെ. ഏകദേശം 10,000 മേലെ പടികൾ കയറി. ഇത് വനത്തിനുള്ളിലൂടെയാണ് ഇതുള്ളത്. പിന്നെ പടി കയറിയപ്പോഴത്തേനും മടുത്തു പോയിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയുണ്ടൊരു 10-500 പടിയും കൂടെ കയറാൻ വേണ്ടി. എന്നാലേ നമ്മുടെ ബാഹുബലിയുടെ അടുത്തെത്തുള്ളൂ. അപ്പോൾ ലേശം വെള്ളമെല്ലാം കുടിച്ച് നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ അപ്പുറത്തൊരു വണ്ടിക്ക് കയറാം കേട്ടോ. പ്രൈവറ്റ് വണ്ടിക്ക് വരുന്നെങ്കിൽ ടാക്സിക്കൊക്കെ വരുന്നവർക്ക് അപ്പുറത്തൂടെ അതിൻ്റെ അടുത്ത് വരെ വണ്ടി എത്തും. നടന്ന് കയറുന്ന ചില ആളുകൾ ഇങ്ങനെ നടന്ന് കയറുന്നുണ്ട്. നമ്മൾ പിന്നെ ബസ്സിനൊക്കെ വന്ന ആളുകളായതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നല്ലേ, അപ്പോൾ ഇങ്ങനെ നടന്ന് കയറും. അങ്ങനെ നമ്മൾ ഈ ഗോമതേശ്വര പ്രതിമ അല്ലെങ്കിൽ ബാഹുബലിയുടെ പ്രതിമ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്കെത്തി. ആദ്യം തന്നെ അവിടെ ഒരു പ്രവേശന കവാടം കാണാം. ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ചെരുപ്പ് ധരിച്ച് അങ്ങോട്ട് കടക്കാൻ പാടില്ല. നമ്മളപ്പോൾ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ബാഹുബലിയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് അതിപുരാതനമായിട്ടുള്ള ഒരു ബാഹുബലി പ്രതിമയല്ല. അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് പരിശോധിക്കാം. 1973 രത്നവർമ്മ ഹെഗ്ഡെയുടെ നേതൃത്വത്തിൽ പ്രശസ്ത ശില്പിയായ രഞ്ജല ഗോപാലകൃഷ്ണ ഷേണായിയാണ് ഈ ശില്പം സ്ഥാപിച്ചത്. 1982 ഈ ശില്പത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ കുന്നിൻ്റെ മുകളിൽ സ്ഥാപിച്ചത്. ബാഹുബലിയുടെ മസ്താഭിഷേകം 12 വർഷം കൂടുമ്പോൾ നടത്തുന്ന ആ അഭിഷേകം 1982 പിന്നെ 95 പിന്നെ 2007 3 പ്രാവശ്യമായി നടന്നത് കേട്ടോ. ബാഹുബലിയുടെ ദിഗംബര രൂപം ഭൗമിക ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കുമെതിരെയുള്ള ഒരു സമ്പൂർണ്ണ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാഹുബലി പ്രതിമ നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രതിമയാണ്. ഈ ഭീമാകാരമായ ഗോമന്തേശ്വര പ്രതിമ അല്ലെ ബാഹുബലിയുടെ പ്രതിമയുടെ ഒറ്റക്കല്ല് 60 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള കാർക്കളയിൽ നിന്നാണ് എത്തിച്ചത് കേട്ടോ. കാർക്കളയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. 40 അടി നീളവും 200 ടൺ ഭാരവുമുള്ള ഈ ഒറ്റക്കല്ല് ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പാട് അന്ന് സഹിച്ചിരുന്നു. 1970 5 വലിയ ട്രാക്ടറുകൾ 100 ചക്രങ്ങളുള്ള ഒരു പ്രത്യേകതരം ട്രോളി നിർമ്മിച്ച്
ആ ട്രോളിയിൽ കയറ്റിയാണ് ഈ പറയുന്ന ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചത് കേട്ടോ. ആ ട്രോളി വന്ന സ്ഥലം എന്ന് പറയുന്നത് 1970-കളിൽ വളവും പൊളിവൊക്കും നിറഞ്ഞ സ്ഥലം. നിൽക്കുന്നത് ഈ പറയുന്ന ബാഹുബലിയുടെ പ്രതിമയ്ക്ക് മുമ്പിലാണ് കേട്ടോ. ധർമ്മസ്ഥലത്തെ ക്ഷേത്രത്തിന് കുറച്ചടുത്തുള്ള ഒരു കുന്നിൻ മുകളിലുള്ള ബാഹുബലിയുടെ പ്രതിമയ്ക്ക് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ധർമ്മസ്ഥല ക്ഷേത്രം സന്ദർശിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളും ഈ ബാഹുബലി പ്രതിമ സന്ദർശിക്കണം. അങ്ങനെ ബാഹുബലി പ്രതിമയെല്ലാം കണ്ടിട്ട് ഞാൻ പതുക്കെ താഴോട്ട് ഇറങ്ങും കേട്ടോ. നന്നേ ക്ഷീണിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം അധികം നടക്കാത്ത ശീലമുള്ള നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഇതുപോലെ കുത്തനെയുള്ള കയറ്റം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പെട്ടുപോകും. വേർത്ത് കുളിച്ച് ആകെ എന്താ പറയുക മടുത്തു. അപ്പോൾ പതുക്കെ ബാഹുബലി പ്രതിമയുടെ മുന്നിൽ നിന്ന് ഞാൻ മടങ്ങുകയാണ്. ഈ ബാഹുബലിയുടെ പ്രതിമയും അതിനോടനുബന്ധിച്ച വിശേഷങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.